നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന വളരെ പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ്, നെയ്യ്. ആയുർവേദത്തിൽ നെയ്യിനെ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധ ഭക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. പലർക്കും ഒരു സംശയമുണ്ട്, ദിവസവും ഒരു സ്പൂൺ നെയ്യ് വീതം കഴിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതാണോ, അത് കൊളസ്ട്രോൾ കൂട്ടുമോ, അതെയോ ശരീരഭാരം വർദ്ധിക്കാൻ ഇടയാകുമോ എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നെയ്യിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തെല്ലാം, അത് കഴിച്ചാൽ ദിവസവും ഒരു സ്പൂൺ നെയ്യ് വീതം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും എന്തെല്ലാമാണ്, എത്ര അളവിൽ കഴിക്കണം, ആർക്കൊക്കെ കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, ഇനി അമിതമായി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം, ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. നെയ്യിൽ ഏതെല്ലാം പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ ഏകദേശം 125 കലോറി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ, മോണോ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റുകൾ, ചെറിയ അളവിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒത്തിരി അമിനോ ആസിഡ്സുകൾ, ഇതൊക്കെ നെയ്യിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, ഈ 4 വൈറ്റമിൻസുകളും ധാരാളമായിട്ട് നെയ്യിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ധാരാളം മിനറൽസും നെയ്യിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, പഞ്ചസാര, ഫൈബേഴ്സ്, ഇവ ഒട്ടും തന്നെ നെയ്യിൽ ഇല്ല. ഇനി ദിവസവും നമ്മൾ ഒരു സ്പൂൺ നെയ്യ് വീതം ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിന് നല്ല ഊർജം ലഭിക്കുന്നു. നമ്മൾ മനസ്സിലാക്കി, ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ ഇത്രയും കലോറി ഉണ്ടെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ഊർജവും അതുപോലെ ഉന്മേഷവും ഒരു ദിവസം മുഴുവനും നമുക്ക് ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തെ പ്രധാന ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുമ്പോൾ ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതിൽ വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനും വളരെ സഹായിക്കുന്ന ഒന്നാണ്. വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും വളരെ നല്ല പോഷണം ലഭിക്കുന്നതാണ്. ആരോഗ്യകരമായിട്ടുള്ള ചർമ്മവും അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള മുടിയും സ്വന്തമാക്കാൻ നമുക്ക് നെയ്യ് ഒരു സ്പൂണും കഴിച്ചാൽ വളരെ നല്ലതാണ്. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ തന്നെയാണ് അതിന് സഹായിക്കുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ആകുകയും അതുപോലെ തന്നെ പല രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കുകയും ചെയ്യുന്നു. ദഹന ആരോഗ്യത്തിന് വളരെ ഫലപ്രദമായ ഒന്നാണ് നെയ്യ് കഴിക്കുന്നത്. ഇതിൽ ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്നത് കുടലിലെ കോശങ്ങൾക്ക് ഒരു ഊർജം നൽകുന്ന ഒരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡാണ്. അപ്പൊ അതുകൊണ്ട് ദഹന വ്യവസ്ഥിതി മെച്ചപ്പെടുത്തുന്നു. കഴിക്കുന്ന ആഹാരം നന്നായിട്ട് ദഹിക്കാനും അതുപോലെ തന്നെ മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ഇതിന്റെ സ്നിഗ്ധ ഗുണമാണ് അതിന് സഹായിക്കുന്നത്. അതുകൊണ്ട് മലബന്ധം, അതായത് കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. മുതിർന്നവർക്കും 1 ടീസ്പൂൺ ഒക്കെ കഴിക്കുന്നത് മലബന്ധം അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. എല്ലുകളുടെ ആരോഗ്യത്തിനും നെയ്യ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ K2 എന്ന് പറയുന്ന വൈറ്റമിൻ ആണ് ഇതിനെ സഹായിക്കുന്നത്. കാൽസ്യം, നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ആഗിരണം ചെയ്യാനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. അപ്പോൾ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ശക്തി നൽകാനായിട്ട് ഇവ സഹായിക്കുന്നു. അതുപോലെ ഇതിൽ ആരോഗ്യകരമായ കൊഴുപ്പ് ആണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും ഇവ വളരെ നല്ലതാണ്.
അതുകൊണ്ട് നെയ്യ് കഴിക്കുന്നത്, അപ്പൊ കൊളസ്ട്രോൾ കൂടുമോ എന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. നല്ല കൊളസ്ട്രോൾ, നല്ല കൊഴുപ്പാണ് ഇതിലുള്ളത്, അതുകൊണ്ട് നല്ല കൊളസ്ട്രോൾ ആണ് കൂട്ടുന്നത്. പക്ഷെ ഇതിനെല്ലാം ആധാരം മിതമായ അളവിൽ കഴിക്കണം എന്നുള്ളതാണ്. അമിതമായി കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടാം, എന്നാൽ മിതമായ അളവിൽ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുകയില്ല. അത് ശരീരത്തിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളാണ് തരുന്നത്. അതുപോലെ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് നെയ്യ്. കാരണം അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ പഞ്ചസാര ഒട്ടുമില്ല നെയ്യില്. അതുകൊണ്ട് തന്നെ ഈ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ദിവസം കഴിച്ചു എന്നോർത്ത് യാതൊരു കുഴപ്പവുമില്ല. ഇനി മറ്റൊരു ആരോഗ്യ ഗുണം എന്നുള്ളത് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാവരും നെയ്യ് കഴിച്ചാൽ വണ്ണം കൂടും എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെയ്യ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കാരണം രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ നെയ്യൊക്കെ കഴിക്കുകയാണെങ്കിൽ അതൊരു ഫുൾനെസ് നമുക്ക് തരും. അത് ദഹിക്കാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഭാരം വെക്കുന്നതും നമുക്ക് തടയാനായിട്ട് സഹായിക്കും. അപ്പോൾ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ടീസ്പൂൺ നെയ്യ് ദിവസവും കഴിക്കാവുന്നതാണ്. ആയുർവേദത്തില് നെയ്യിനെ ഒരു മേഥ്യ ഔഷധമായിട്ടാണ് കാണുന്നത്. മേഥ്യം എന്ന് വെച്ചാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നത്, ഏകാഗ്രത കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന, അതുപോലെ പഠനശേഷിക്ക് സഹായിക്കുന്ന ഒരു ഔഷധമായിട്ടാണ് നെയ്യിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും നമുക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വാതരോഗമുള്ളവര്, ആർത്രൈറ്റിസിന്റെ കംപ്ലൈൻസ് ഒക്കെ ഉള്ളവർക്ക് ദിവസവും ഒരു സ്പൂൺ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതില് ശരീരത്തിൽ സ്നിഗ്ധാംശം നിലനിർത്തി കുറച്ചുകൂടെ മൂവ്മെന്റ്സ് പോസിബിൾ ആകാനൊക്കെ ആയിട്ട് സഹായിക്കും. അതുപോലെ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതിനുള്ള മറ്റൊരു കഴിവാണ് മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ജാത്യാധികൃതം ഒക്കെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ മുറിവുകൾക്കൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് നെയ്യ്. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിന് നല്ല രുചിയും മണവും നൽകാൻ കഴിയുന്നതാണ് നെയ്യ്ക്ക്. അതുകൊണ്ട് തന്നെ നല്ല രുചിയും അതുപോലെ തന്നെ തൃപ്തിയും തരാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് നെയ്യുടെ ആരോഗ്യ ഗുണങ്ങൾ. ഇനി എത്ര അളവിൽ കഴിക്കണം എന്ന് നോക്കാം. അതായത് സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ കഴിക്കാം ദിവസവും. ഓക്കെ. അതുപോലെ ഇനി എന്തെങ്കിലും രോഗമുള്ളവര്, അതായത് ഹൃദ്രോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രോഗങ്ങൾ ഉള്ളവർക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കഴിക്കാം. ഇനി എപ്പോൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ ഗുണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സമയമില്ല. എന്നാലും നമുക്ക് പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കാം. അതുപോലെ ചോറിൽ 1 സ്പൂൺ ഒഴിച്ച് കഴിക്കാം, കഞ്ഞിയിൽ ഒഴിച്ച് കഴിക്കാം, അതുപോലെ പച്ചക്കറിയിലൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇനി ആർക്കൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ അവർ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ടവർ ആരെല്ലാമാണെന്ന് വെച്ചാൽ കുട്ടികള്, വിദ്യാർത്ഥികൾ, അതുപോലെ കഠിനമായിട്ട് അധ്വാനം ചെയ്യുന്നവര്, കായിക താരങ്ങൾക്ക്, ജിമ്മിൽ പോകുന്നവർക്ക് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കഴിക്കാവുന്നതാണ്. അതുപോലെ പിന്നെ ശരീരഭാരം കുറഞ്ഞവർക്ക്, ശരീരഭാരം വർദ്ധിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നെയ്യ് കഴിക്കാവുന്നതാണ്. ഇനി ആരൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്, ഉയർന്ന LDL കൊളസ്ട്രോൾ ഉള്ളവര്, അതായത് അതുപോലെ ഹൃദ്രോഗമുള്ളവര്, ഫാറ്റി ലിവർ ഉള്ളവര്, ലിപ്പിഡ് പ്രൊഫൈൽ കൂടുതലായിട്ടുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, അളവ് ശ്രദ്ധിക്കണം. കുറഞ്ഞ അളവിൽ ഇവർക്കും കഴിക്കാവുന്നതാണ്. ഇനി അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരഭാരം കൂടാം, അതുപോലെ കൊളസ്ട്രോളിന്റെ ലെവലൊക്കെ കൂടാം, ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. അതായത് ഒരു പരിധിയില്ലാതെ അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇനി നല്ല നെയ്യ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് വെച്ചാൽ ശുദ്ധമായവ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അനാവശ്യമായ കളറോ അല്ലെങ്കിൽ സുഗന്ധമോ ചേർത്തവയൊക്കെ ഒഴിവാക്കുക. വിശ്വസനീയമായ ബ്രാൻഡോ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ് ഏറ്റവും നല്ലത്. ഇതിലാണ് ഈ പറഞ്ഞ പോഷകങ്ങളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇനി നെയ്യിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അതായത് നെയ്യ് കഴിച്ചാൽ എല്ലാ രോഗങ്ങളും മാറും എന്ന് പറയുന്നത് അത് തെറ്റാണ്.
അതുപോലെ എത്ര വേണമെങ്കിലും നെയ്യ് കഴിക്കാം എന്ന് പറയുന്നത് അതും തെറ്റാണ്. അങ്ങനെ ഒരു അളവിൽ കൂടുതൽ നെയ്യ് കഴിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂട്ടില്ല, നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല എന്ന് പറയുന്നത്, അതായത് മിതമായ അളവിൽ കഴിച്ചാൽ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ ആരോഗ്യ ഗുണങ്ങളും പോഷകങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നെയ്യിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും കഴിച്ചാൽ കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളും, അതുപോലെ ആർക്കൊക്കെ കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാടില്ല എന്നല്ല, നിർബന്ധമായിട്ടും അതിന്റെ അളവ് കുറയ്ക്കേണ്ടവര് ആരാണ്, അതുപോലെ അമിതമായിട്ട് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.